ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വിശദമായ വാർത്തകളിലേക്ക്. അമേരിക്കയുമായുള്ള ഭാവി ചർച്ചകളിൽ പോസിറ്റീവ് ഫലം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി. വൈറ്റ് ഹൌസിൽ നടന്ന ചർച്ച അലസിപ്പിരിഞ്ഞതിൽ ഖേദമുണ്ട്. യുക്രൈന് അമേരിക്ക ചെയ്ത സഹായത്തിനെ വിലമതിക്കുന്നു. അമേരിക്കയുമായുള്ള ധാതു ഖനന കരാറിൽ ഏത് സമയത്തും ഒപ്പുവയ്ക്കാൻ തയ്യാറാണെന്നും വൊളോഡിമിർ സെലൻസ്കി പറഞ്ഞു. വിവരങ്ങളുമായി മധു കൊട്ടാരക്കരയാണ് ചേരുന്നത്. മധു, അമേരിക്കയുമായി നടത്തിയ ചർച്ച കഴിഞ്ഞ ദിവസമാണ് അലസിപ്പിരിഞ്ഞത്. ഇതിന് പിന്നാലെ യൂറോപ്യൻ യൂണിയൻ ഉൾപ്പെടെ യുക്രൈന് നിർദ്ദേശവുമായി രംഗത്തെത്തിയിരുന്നു. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണം എന്നുള്ളതായിരുന്നു ആ നിർദ്ദേശം. ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്ന് വ്യക്തമായിട്ടുള്ള പ്രതികരണം കൂടി വന്നിരുന്നു ഇന്നലെ. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ യുക്രൈന്റെ ഈ പ്രതികരണം? എങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട് അമേരിക്ക ഈ പ്രതികരണത്തെ കാണുന്നത്? പ്രവിധ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞയാഴ്ച US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലെ കൂടിക്കാഴ്ചയിൽ പ്രതീക്ഷിച്ച രീതിയിൽ ആ കൂടിക്കാഴ്ച പോയില്ല എന്നാണ് യുക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറയുന്നത്. സംഭവത്തെ ഖേദകരമെന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. യുക്രൈൻ ചർച്ചകൾക്ക് തയ്യാറാണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. ട്രംപുമായിട്ടുള്ള സെലൻസ്കിയുടെ ചർച്ചകൾ സംഘർഷത്തിലേക്ക് നീങ്ങിയതിനെ തുടർന്ന് സെലൻസ്കിയോട് മാപ്പ് പറയുവാൻ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ആവശ്യപ്പെട്ടിരുന്നു. അതുമാത്രമല്ല, ഒറ്റ രാത്രി കൊണ്ട് വാഷിംഗ്ടൺ യുക്രൈനുമായിട്ടുള്ള സൈനിക സഹായം പൂർണ്ണമായി നിർത്തിവെക്കുകയും ചെയ്തു. ഇതിന് ശേഷമാണ് സെലൻസ്കിയുടെ ഈ പ്രസ്താവന ഇപ്പോൾ വരുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ശക്തമായ നേതൃത്വത്തിന്റെ കീഴിൽ സമാധാനത്തിനായിട്ടുള്ള ശ്രമങ്ങളെ പിന്തുണയ്ക്കുവാൻ തയ്യാറാണെന്നാണ് സെലൻസ്കി പറയുന്നത്. യുക്രൈന്റെ പരമാധികാരവും സ്വാതന്ത്ര്യവും നിലനിർത്തുവാൻ അമേരിക്ക വളരെയധികം സഹായിച്ചിട്ടുണ്ടെന്നും ഈ സമയത്ത് ഓർക്കുന്നുവെന്ന് സെലൻസ്കി പറയുന്നു. ആരും ഈ യുദ്ധം ഇങ്ങനെ നീണ്ടുപോകുവാൻ ആഗ്രഹിക്കുന്നില്ല. ശാശ്വത സമാധാനം ലഭിക്കുന്നതിനായി എത്രയും വേഗം ചർച്ചകൾക്ക് യുക്രൈൻ തയ്യാറാണെന്നാണ് സെലൻസ്കി പറയുന്നത്. യുക്രൈൻകാർക്കാണ് സമാധാനം മറ്റാരെക്കാട്ടിലും എത്രയും വേഗം മടങ്ങി വരണമെന്ന് ആഗ്രഹിക്കുന്നത്. US സൈനിക സഹായം എന്നാൽ നിർത്തിവെച്ചതിനെ കുറിച്ച് സെലൻസ്കിയുടെ പ്രസ്താവനയിൽ പരാമർശിക്കുന്നതുമില്ല. പ്രവിധ, ശരി, അമേരിക്ക സൈനിക സഹായം നിർത്തലാക്കിയിരിക്കുന്നു. ഇതിന് പിന്നാലെയാണ് സെലൻസ്കിയുടെ ഭാഗത്ത് ഇത്തരത്തിലൊരു പ്രതികരണം വരുന്നത്. അമേരിക്കയുമായുള്ള ഭാവി ചർച്ചകളിൽ പോസിറ്റീവ് ഫലമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് പറഞ്ഞത്. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായി. കഫക്കെട്ടും ശ്വാസതടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് വീണ്ടും വെന്റിലേറ്റർ സൗകര്യം ഏർപ്പെടുത്തി. ആരോഗ്യനില വീണ്ടെടുത്ത ആശ്വാസ വാർത്തകൾക്കിടെയാണ് സ്ഥിതി വീണ്ടും മോശമായത്. ശ്വാസനാളികളിൽ നിന്ന് വലിയ അളവിൽ ശരീരസ്രവങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. പുതിയ അണുബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നേരത്തെയുള്ള ന്യൂമോണിയയുടെ ഭാഗമായുള്ള കഫക്കെട്ടാണ് ഇന്നലെ രൂക്ഷമായത്. മാർപ്പാപ്പയുടെ നില സങ്കീർണമായി തുടരുകയാണെന്നും ഇന്നലെയുണ്ടായ അവസ്ഥ ഇനിയുമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടേഴ്സ് പറയുന്നു. 18 ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഇത് 3ാം തവണയാണ് 88-കാരനായ മാർപ്പാപ്പയുടെ സ്ഥിതി വഷളാകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഛർദ്ദിച്ചതിനെ തുടർന്ന് മാർപ്പാപ്പയ്ക്ക് ശ്വാസതടസ്സമുണ്ടാവുകയും വെന്റിലേറ്റർ സഹായം ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 22-നും മാർപ്പാപ്പയ്ക്ക് കടുത്ത ശ്വസന തടസ്സമുണ്ടായിരുന്നു. വലിയ നോമ്പിനോടനുബന്ധിച്ച് നാളെ നടക്കുന്ന ഘോഷയാത്രയിലും കുർബാനയിലും മാർപ്പാപ്പ പങ്കെടുക്കില്ല. മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാൻ 100 കണക്കിന് വിശ്വാസികളാണ് ഇന്നലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുചേർന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഓവർസീസ് റെസിഡൻസ് മലയാളീസ് അസോസിയേഷൻ പ്രവർത്തനം ഫിലാഡൽഫിയയിൽ നടത്തി. പ്രസംഗ മത്സരത്തിന്റെ 3ാം സീസൺ ഉദ്ഘാടനവും നടന്നു. Let your voice rise, let your ideas shine. And let this stage be the beginning of something truly extraordinary. ഹോളി ഫാമിലി യൂണിവേഴ്സിറ്റി അക്കാദമിക് അഫയേഴ്സ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ ബിന്ദു ആലപ്പാട്ട് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ഫിലാഡൽഫിയയിലെ വിവിധ സാമൂഹിക സാംസ്കാരിക സംഘടനാ നേതാക്കൾ പങ്കെടുത്തു. 3 ഘട്ടങ്ങളിലായി നടക്കുന്ന പ്രസംഗ മത്സരങ്ങളിലെ വിജയികൾക്കായി 10 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡുകൾ നൽകും. മാർച്ച് 26 വരെയാണ് ആദ്യഘട്ട മത്സരങ്ങൾ. ഓഗസ്റ്റ് 8, 9 തീയതികളിൽ പാലായിൽ വെച്ചാണ് ഗ്രാൻഡ് ഫിനാലെ. ഓർമ്മ ടാലന്റ് പ്രൊമോഷൻ ഫോറം ചെയർമാൻ ജോസ് തോമസ്, ജോസ് ആറ്റുപുറം, സജി സെബാസ്റ്റ്യൻ, ക്രിസ്റ്റി എബ്രഹാം, മിൻസൺ ഇമ്മാനുവൽ, ജോർജ് നടവയിൽ, ബ്ലെസൻ മാത്യു, റോഷൻ പ്ലാമൂട്ടിൽ എന്നിവർ ആശംസകൾ നേർന്നു. 24 ന്യൂജേഴ്സി. ഒരുമയുടെയും ഒത്തുകൂടലിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശമായി സൗദിയിൽ സമൂഹ ഇഫ്താർ സംഗമങ്ങൾ സജീവമായി. സ്വദേശികളും വിദേശികളുമെല്ലാം ഒന്നിച്ചിരുന്ന സൗഹാർദ്ദവും സാഹോദര്യവും പങ്കിട്ട് സ്നേഹസംഗമങ്ങൾ തീർക്കുകയാണ് ഇത്തരം ഇഫ്താറുകളിലൂടെ.
പുണ്യങ്ങൾ പൂക്കുന്ന പുണ്യ റമദാൻ കാലം എത്തിയതോടെ എങ്ങും കാണാൻ കഴിയുന്നത് സ്നേഹത്തിൻ്റെയും ഒരുമയുടെയും ഒപ്പം ചേർത്ത് വെക്കലിൻ്റെയും ഇഫ്താർ സംഗമങ്ങൾ. ഈ സ്നേഹ ഇഫ്താറുകളിൽ പങ്കെടുത്ത് സായുജ്യമണിയുന്നതാകട്ടെ ആയിരങ്ങൾ. ഇവിടെ മത, ദേശ, ഭാഷ, അതിർത്തി വരമ്പുകളില്ല. ആർക്കും കടന്നു വരാം ഈ ഇഫ്താർ ടെൻറ്റുകളിലേക്ക്. ഇസ്ലാമിക് സെൻ്ററുകളുടെ ആഭിമുഖ്യത്തിലും മറ്റു സന്നദ്ധ സംഘടനകളുടെ കീഴിലുമാണ് വിവിധ പ്രദേശങ്ങളിൽ ഇഫ്താർ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നത്. പ്രധാനപ്പെട്ട പള്ളികളോടനുബന്ധിച്ച് പ്രത്യേകം തയ്യാറാക്കിയ ടെൻറ്റുകളിലും ഇഫ്താർ കൂടാരങ്ങൾ ഒരുക്കിയും സമൂഹ നോമ്പുതുറകൾ ഇപ്പോൾ വ്യാപകമായി നടക്കുന്നുണ്ട്. വിവിധ പ്രദേശങ്ങളിൽ സ്വദേശികളായ സന്നദ്ധ പ്രവർത്തകരാണ് ഇഫ്താറിന് നേതൃത്വം വഹിക്കുന്നത്. വിവിധ രാജ്യങ്ങളിലെ ജനങ്ങൾ ഒരുമിച്ചിരുന്ന് ഇഫ്താർ വിഭവങ്ങൾ ഒന്നിച്ചു ഭക്ഷിച്ചും വിവിധ ഭാഷകളിൽ വിജ്ഞാന ക്ലാസുകൾ കേട്ടും സ്നേഹം പങ്കിടുന്ന സൗഹൃദ സംഗമങ്ങൾ ഏറെ ഹൃദ്യമായ കാഴ്ചയാണ്. വിവിധ മലയാളി പ്രവാസി സംഘടനകളുടെയും മലയാളി ക്ലബ്ബുകളുടെയും സാംസ്കാരിക കൂട്ടായ്മകളുടെയും വിവിധ നാട്ടുകാരുടെയും മഹല്ലുകളുടെയും കൂട്ടായ്മകളും വിപുലമായ രീതിയിൽ വരും ദിവസങ്ങളിൽ ഇഫ്താർ സംഘടിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ്. പ്രവാസ ലോകത്തെ വിശ്വാസികൾ റമദാന്റെ വിശുദ്ധ നാളുകൾ വരവേൽക്കാൻ വിപുലമായ പരിപാടികളാണ് ഒരുക്കിയത്. പ്രാർത്ഥനകൾക്കും റമദാൻ പ്രഭാഷണങ്ങൾക്കും ഒപ്പം ഖുർആൻ പാരായണ മത്സരവും വിവിധ പരിപാടികളും ഇഫ്താർ സംഗമങ്ങളും റമദാന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കൂടുതൽ സജീവമാകും. പുണ്യം പോക്കുന്ന പുണ്യ റമദാൻ കാലം എത്തിയതോടെ എങ്ങും കാണാൻ കഴിയുന്നത് ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും ചേർത്തുവെക്കലിൻ്റെയും ഇഫ്താർ സംഗമങ്ങൾ. ജിദ്ദയിലെ ഇന്ത്യൻ മീഡിയ ഫോറം ഇഫ്താർ സംഗമവും കേരള ജേർണലിസ്റ്റ് യൂണിയൻ മെമ്പർഷിപ്പ് വിതരണവും സംഘടിപ്പിച്ചു. അംഗങ്ങളും കുടുംബാംഗങ്ങളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. പ്രസിഡന്റ് കബീർ കൊണ്ടോട്ടി അധ്യക്ഷത വഹിച്ചു. ഇബ്രാഹിം ഷംനാട് റംദാൻ സന്ദേശം നൽകി. ബിജുരാജ് രാമന്തളി സ്വാഗതവും പി.കെ. സിറാജ് നന്ദിയും പറഞ്ഞു. ഹസൻ ചെറുപ്പ, ജലീൽ കടമംഗലം, ജാഹ്ലി, സാദിഖ് അലി, സുൽഫീഖർ, ഗഫൂർ, നാസർ, മുസ്തഫ തുടങ്ങിയവർ സംസാരിച്ചു. റമദാൻ പ്രമാണിച്ച് ഖത്തറിലെ ജയിലുകളിൽ കഴിയുന്ന നിരവധി തടവുകാരെ പൊതുമാപ്പ് നൽകി വിട്ടയക്കാൻ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽത്താനി ഉത്തരവിട്ടു. ഗുരുതര കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടാത്ത തടവുകാരെയാണ് പൊതുമാപ്പ് നൽകി വിട്ടയക്കുക. ഇവരുടെ പേരുവിവരങ്ങളും മറ്റ് നടപടിക്രമങ്ങളും പിന്നീട് അതത് എംബസികളെ അറിയിക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഖത്തറിലെ ഹമദ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന പാലക്കാട് ആലത്തൂർ സ്വദേശി നിര്യാതനായി. കാവശ്ശേരി ചൂണ്ടക്കാട് ഷെരീഫ് മൻസിലൽ പരേതനായ ഹനീഫ റാവുത്തറിന്റെ മകൻ മുഹമ്മദ് മുസ്തഫയാണ് മരിച്ചത്. 59 വയസ്സായിരുന്നു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വെന്റിലേറ്ററിൽ ചികിത്സയിലായിരുന്നു. തിങ്കളാഴ്ച ഉച്ചയോടെയാണ് അന്ത്യം. ഖബറടക്കം നാളെ രാവിലെ 8 മണിക്ക് ആലത്തൂർ ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും. ഇന്ത്യയുടെ തകർപ്പൻ വിജയം ആഘോഷിക്കുകയാണ് ആരാധകർ. ഫൈനൽ മത്സരം ദുബായിൽ നിന്ന് കാണാനാകുമെന്ന സന്തോഷത്തിലാണ് ഓരോരുത്തരും സ്റ്റേഡിയം വിട്ടിറങ്ങിയത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടാണ്. ഇന്ത്യയുടെ മനോഹരമായ കളി കണ്ട് ഇന്ത്യ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത് കണ്ട് നിർവൃതി അടഞ്ഞാണ് ഓരോ ആരാധകനും ഈ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ഇനിയിപ്പോൾ ഫൈനലിൽ ഇന്ത്യ ഇവിടെ വെച്ച് തന്നെ കപ്പ് സ്വന്തമാക്കുന്ന കാഴ്ചയ്ക്കായി കാത്തിരിക്കുകയാണ് ഓരോരുത്തരും. വലിയ സന്തോഷത്തിലാണ്, വലിയ ആരവത്തോടു കൂടി. कैसा मैच? बहुत अच्छा, बहुत अच्छा. कैसा था मैच? बढ़िया मैच था. मैच एक बार भी ऐसा नहीं लगा कि ऑस्ट्रेलिया के हाथ में गया मैच हमेशा इंडिया के हाथ में रहा, रेगुलर इंडिया के हाथ में. सबसे ज़्यादा हमें खुशी है कि फाइनल भी दुबई में हो गया. सॉरी पाकिस्तान, सॉरी फॉर होस्टिंग चैंपियंस ट्रॉफी. यू वांट टू से समथिंग? फाइनल दुबई में होना है. पाकिस्तान की 3 स्टेडियम वेस्ट हो जाएंगे. Will be right? हाँ, पाकिस्तान की सारे 3 स्टेडियम वेस्ट हो जाएंगे. जो बनाए ना अभी सारे वेस्ट हो जाएंगे क्योंकि फाइनल तो दुबई में ही होने वाला है. जीत गया भाई, जीत गया इंडिया, जीत गया. തീർച്ചയായും. कैसा था मैच? I'm so happy today that India won and hopefully I'll see the final. Yeah! I love India! पाकिस्तान ने जो भी स्टेडियम बनाया है ना सब कुछ वेस्ट जाने वाला है. सारे मैच दुबई में होंगे इंडिया के. തീർച്ചയായും ഇത്തരത്തിൽ ഫൈനൽ മത്സരം ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഓരോരുത്തരും ഇറങ്ങി വരുന്നത്. വലിയ സന്തോഷത്തിലാണ് ഓരോ ആരാധകരും തന്നെയാണ് വീണ്ടും എടുത്തുകൊണ്ട്. कैसा था मैच? നല്ല അടിപൊളി കളിയല്ലായിരുന്നോ? അതെ. പിന്നെ അല്ല നമ്മൾ തകർക്കത്തില്ല, കപ്പ് കൊണ്ടില്ല പറ്റുള്ളൂ. ഇനി എന്നിട്ട് പാകിസ്ഥാനിലുള്ള എല്ലാവരും ഇവിടെ വരട്ടെ ഫൈനൽ കാണാനായിട്ട്. അടുത്ത കളി ഇവിടുന്ന് കാണുന്നുണ്ട്. അടുത്ത കളി ഡെഫിനറ്റ്ലി കാണണം. അതിൽ കിങ് കോഹ്ലിൻ്റെ ഒരു സെഞ്ചുറിയും കാണണം. അത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു ഇത്. നമ്മളിന്ന് മിസ് ചെയ്തത് കിങ് കോഹ്ലിൻ്റെ ഒരു സെഞ്ചുറി മാത്രമാണ്. ഇനി അടുത്ത കളിയിൽ അതും കൂടി കാണണം. അത് തന്നെ ഇപ്പം തന്നെ ബുക്ക് ചെയ്യണം. തീർച്ചയായും. എന്തായാലും ഇന്ത്യ
അടുത്ത മത്സരത്തിൽ ഇന്ത്യ ഇവിടെ വെച്ച് തന്നെ കപ്പ് സ്വന്തമാക്കുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ് ഓരോ ആരാധകരും ഈ കളിക്കളം ഈ സ്റ്റേഡിയത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇനി ഫൈനലിന് കാണാം. ദുബായിൽ നിന്നും ശരചെറുകുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24. മറ്റു വാർത്തകൾ നോക്കിയാൽ ആശാ വർക്കേഴ്സിന്റെ സമരം തീർപ്പാക്കാൻ സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDF-നോടും സർക്കാരിനെയും മോശമാക്കാൻ LDF വിരുദ്ധർ നടത്തുന്ന സമരമാണ് നടക്കുന്നത്. എങ്കിലും ആശാ വർക്കേഴ്സിനെ മാനിച്ച ചർച്ച നടത്തണം. ആശമാരെ ശത്രുക്കളുടെ കയ്യിലെ ആയുധമാക്കി വിട്ടു നൽകരുത് എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ആശാ വർക്കേഴ്സിന്റെ സമരം നിയമസഭയിൽ ഉയർത്തി ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും കടന്നാക്രമിച്ച പ്രതിപക്ഷം. കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ സ്പീക്കർ ഇടപെട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം ബഹളത്തിൽ കലാശിച്ചു. ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്ത ഒരു സംഗതിയെപ്പറ്റിയുള്ള ചർച്ച ആ പ്രമേയം വഴി പുനരാരംഭിക്കാൻ പാടില്ല. സബ്മിഷനായി നിയമസഭയിൽ വന്ന വിഷയം വീണ്ടും കൊണ്ടുവരുന്നത് ചട്ടലംഘനമെന്ന് സർക്കാർ ആദ്യം തന്നെ പ്രതിരോധം തീർത്തിരുന്നു. എന്നാൽ പ്രമേയ അവതാരകനായ രാഹുൽ മങ്കൂട്ടത്തിൽ ഇടതു നേതാക്കൾ സമരക്കാരെ ആക്ഷേപിച്ചത് ആയുധമാക്കി. നിങ്ങളവരെ കൃമികീടങ്ങളെന്ന് വിളിച്ചില്ലേ? നിങ്ങളവർ ഈർക്കൽ പാർട്ടികളെന്ന് വിളിച്ചില്ലേ? നിങ്ങളവരെ ബക്കറ്റ് പിരിവാർന്ന് വിളിച്ചില്ലേ? സമരക്കാരോട് സർക്കാരിന് അനുഭാവപൂർവമായ നിലപാടെന്ന് മന്ത്രി വീണ ജോർജ്. SUCIയുടെ നാവായി രാഹുൽ മങ്കൂട്ടത്തിൽ മാറിയെന്നും മന്ത്രി. SUCIയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചു. പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗം നടത്തുന്നതിനിടെ സ്പീക്കറുടെ ഇടപെടൽ. ഇതോടെ സ്പീക്കറും പ്രതിപക്ഷ നേതാവും തമ്മിൽ വാക്പോര്. സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല, അടുത്ത ബിസിനസ് വഴി പോകേണ്ടി വരും, അത്രേ ഉള്ളൂ. പിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബാനറും പ്ലക്കാർഡും ഉയർത്തി സ്പീക്കറുടെ മുഖമറച്ച് പ്രതിഷേധിച്ചതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. മാർച്ച് 18-ന് വീണ്ടും സഭ ചേരും. 24 തിരുവനന്തപുരം. ഇടതുമുന്നണിയെ മൂന്നാം തവണയും പിണറായി വിജയൻ നയിക്കണമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ 24-നോട്. കേന്ദ്ര സർക്കാരും UDF-ഉം സംസ്ഥാനത്തോട് അനീതിയും വഞ്ചനയും കാണിക്കുമ്പോൾ ആ പ്രതിസന്ധി നേരിടാൻ പിണറായി വിജയനെ പോലെ ശക്തനായ ഭരണാധികാരി വേണമെന്ന വികാരമാണ് ജനങ്ങൾക്കുള്ളതെന്നും AK ബാലൻ 24-നോട് പറഞ്ഞു. 24 ബിഗ് ബ്രേക്ക്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കുമെന്ന ചോദ്യത്തിന് തന്ത്രപരമായ മറുപടിയാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലൻ നൽകുന്നത്. ജനങ്ങളുടെ ആഗ്രഹം നിലയ്ക്കാണ് പിണറായി തന്നെ നയിക്കണമെന്ന ആവശ്യം AK ബാലൻ മുന്നോട്ട് വെക്കുന്നത്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മൂന്നാമതും പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ഗവൺമെന്റ് വരണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് തന്നെ അധികാരത്തിൽ വരണം. ഇത് പൊതുവിലുള്ള ഒരു ധാരണയാണ്. 2016 പിണറായി ആദ്യമായി മുഖ്യമന്ത്രിയാകുന്നതിന് 6 കൊല്ലം മുമ്പ് തന്നെ അദ്ദേഹത്തെ പോലൊരു ശക്തനായ ഭരണാധിപനെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയതാണ്. ജനങ്ങളുടെ ആഗ്രഹം പിന്നീട് പാർട്ടി നിറവേറ്റിയെന്നും AK ബാലൻ പറയുന്നു. ഇപ്പോൾ 2016 തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റാണല്ലോ അധികാരത്തിൽ വന്നത്. അതിന് 6 വർഷം മുമ്പേ ജനങ്ങളുടെ ഇടയിലുള്ളൊരു പ്രചരണം, എൻ്റെ അഭിപ്രായമല്ല, പിണറായി നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ് വരണമെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ജനവികാരത്തിനനുസരിച്ച് തന്നെ പാർട്ടിയുടെ ഒരു തീരുമാനം ഉണ്ടായി. കേന്ദ്ര സർക്കാരിന്റെയും UDF-ന്റെയും നിലപാട് സൃഷ്ടിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ പിണറായി തന്നെ വേണമെന്നാണ് ജനങ്ങൾ കാണുന്നതെന്ന് AK ബാലൻ പറയുന്നു. രണ്ടാം പിണറായി ഗവൺമെന്റിനോട് കേന്ദ്ര ഗവൺമെന്റും ഇവിടെയുള്ള UDF-ഉം കാട്ടുന്ന അനീതിയാണ്, വഞ്ചനയാണ്. ഇങ്ങനെയുള്ള ഒരു പ്രതിസന്ധിയിൽ കേരളത്തെ സംരക്ഷിക്കാൻ ശക്തനായിട്ടുള്ളൊരു ഭരണാധികാരി വേണം എന്നുള്ള സന്ദേശമാണ് ജനങ്ങളുടെ മനസ്സിൽ രൂപം കൊള്ളുന്നത്. പിണറായി വിജയൻ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പിലും ഇടതുമുന്നണിയെ നയിക്കുമെന്നതിന്റെ വ്യക്തമായ സൂചനയാണ് AK ബാലന്റെ ഈ പ്രതികരണങ്ങൾ. R. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. പ്രായപരിധി ഇളവ് ഒരാൾക്ക് വേണ്ടി എന്നത് ദുർവ്യാഖ്യാനമെന്ന് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ചാണ് നയങ്ങളും അടവ് നയങ്ങളും സ്വീകരിക്കുക. അടുത്ത തിരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ നയിക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ക്യാപ്റ്റൻ നയിക്കുകയല്ലേ എന്നായിരുന്നു EP ജയരാജന്റെ മറുപടി. അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും ഈ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി
ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ആകെ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉയർന്നു വരാൻ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള നയങ്ങളും അടവുപരമായ നിലപാടുകളും സ്വീകരിക്കും. ഇപ്പോൾ ക്യാപ്റ്റൻ നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പൊതുതാൽപര്യ ഹർജിയിലാണ് നടപടി. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ല എന്ന് കെൽസയുടെ ആരോപണം. അടിയന്തരമായി നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി റാഗിംഗ് വിഷയത്തിൽ പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമല്ല എന്നതിന്റെ തെളിവാണ് സമീപകാല സംഭവങ്ങളെന്ന് കെൽസ ചൂണ്ടിക്കാട്ടി. അതിനാൽ റാഗിംഗ് തടയാൻ സംസ്ഥാന ജില്ലാതല നിരീക്ഷണ സമിതികൾ രൂപീകരിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡുകൾ രൂപീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ എന്നിവ സംസ്ഥാനതല നിരീക്ഷക സമിതി മുമ്പാകെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം. ഹൈക്കോടതി ഇക്കാര്യം നിർബന്ധമാക്കി നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട്. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നും കെൽസ ആരോപിച്ചു. മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിക്കണം. ഇതുവഴി റാഗിങ്ങിനെ പ്രതിരോധിക്കാൻ സാമൂഹിക പങ്കാളിത്തം വളർത്തുന്നതിന് സർക്കാർ നടപടികൾ കൈക്കൊള്ളണമെന്നും കെൽസ ആവശ്യപ്പെട്ടു. വിഷയം പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. കെൽസയുടെ ഹർജി നാളെ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. 24 കൊച്ചി. കളമശ്ശേരിയിൽ 11 വയസ്സുകാരന്റെ കൈ പിതാവ് തല്ലിയൊടിച്ചു. ജിയോമെട്രി ബോക്സ് കാണാതായതിനെ തുടർന്നാണ് മർദ്ദനം. കുട്ടിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പിതാവിന്റെ പേരിൽ കളമശ്ശേരി പോലീസ് കേസെടുത്തു. കഴിഞ്ഞ ദിവസമാണ് കേസിനാസ്പദമായ സംഭവം. ബോക്സ് കാണാതായതിന്റെ പേരിൽ വീടിന് പുറത്ത് കിടന്ന കവുങ്ങിന്റെ കഷ്ണം കൊണ്ട് കുട്ടിയെ തല്ലുകയായിരുന്നു. കുട്ടിയുടെ തല വെള്ളത്തിൽ മുക്കിപ്പിടിച്ചതായും എഫ്ഐആറിൽ പറയുന്നുണ്ട്. ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, BNC വകുപ്പുകൾ എന്നിവ പ്രകാരമാണ് കേസ്. പ്രതിയെ റിമാൻഡ് ചെയ്തു. വയനാട് തുരങ്കപാത നിർമ്മാണത്തിന് അനുമതി. സംസ്ഥാന പരിസ്ഥിതി ആഘാത സമിതിയാണ് 25 വ്യവസ്ഥകളുടെ പദ്ധതിക്ക് അനുമതി നൽകിയത്. മറിപ്പുഴയിൽ നിന്ന് മീനാക്ഷി ബ്രിഡ്ജിലേക്ക് 8.173 കിലോമീറ്റർ ദൂരം, 2134 കോടി രൂപ നിർമ്മാണ ചെലവ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. പരിസ്ഥിതി ലോല പ്രദേശത്തായതിനാൽ ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചാകും നിർമ്മാണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും. സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് MLA ലിൻഡോ ജോസഫ്. നമ്മുടെ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റുകളിലൊന്നാണ്. വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുക. നേരത്തെ ഉള്ള ഒരു ദുർഘടമായിട്ടുള്ള സ്ഥിതി നമുക്കറിയാം. നമ്മുടെ വയനാട് ചുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ പ്രതിസന്ധി നമുക്കറിയാം. അതിനൊരു പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് 2020 ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ് കാലത്ത് ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് നടന്ന തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് 2024 ഒക്ടോബർ മാസം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത്. അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിന് 3.057 ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കും. വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണത്തിന് നിരീക്ഷണം നടത്തും. ഇരവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിലാകും നിർമ്മാണം. ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കണമെന്ന നിബന്ധനയും സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. വയനാട് ടൗൺഷിപ്പ് നിർമ്മാണം ഈ മാസം തന്നെ തുടങ്ങുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. 15 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയാക്കുമെന്നും മന്ത്രി അറിയിച്ചു. അതേസമയം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ 3ാം ഘട്ട പട്ടികയിലും അപാകത ആരോപിച്ച് ആക്ഷൻ കൗൺസിലുകൾ രംഗത്ത് വന്നു. ടൗൺഷിപ്പ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മെല്ലെ പോക്കുന്ന ദുരന്തബാധിതർക്കിടയിൽ ആശങ്കയുള്ള സാഹചര്യത്തിലാണ് റവന്യൂ മന്ത്രി നേരിട്ടെത്തി നടപടികൾ വിശദീകരിച്ചത്. ഈ മാസം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങും. പ്രസിദ്ധീകരിക്കുന്നത് ദുരന്തബാധിതരുടെ പട്ടികയല്ല, ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവരുടെ പട്ടികയാണ്. ഈ പട്ടികയിൽപ്പെട്ടാലേ സഹായം ലഭിക്കുമെന്ന് ആരും കരുതേണ്ടെന്നും റവന്യൂ മന്ത്രി. 15 ദിവസത്തിനുള്ളിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ സമ്പൂർണ്ണമായി പൂർത്തീകരിക്കാൻ പറ്റുന്ന വിധത്തിലേക്ക് നടപടികൾ ഈ ഘട്ടത്തിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു. മാർച്ച് മാസത്തിൽ തന്നെ ടൗൺഷിപ്പിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തീകരിച്ചു. എന്നാൽ ദുരന്തബാധിതരുടെ പട്ടികയിൽ പരാതികൾ തുടരുകയാണ്. മുണ്ടക്കൈ പ്രദേശത്ത് പലരും ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടില്ലെന്ന പരാതിയും ഉയരുന്നുണ്ട്. മുണ്ടക്കൈയിലെ ഭൂരിപക്ഷം നല്ലൊരു ശതമാനം ആളുകൾ അവിടെ തിരിച്ചുപോയി താമസിക്കേണ്ട അവസ്ഥ. അട്ടമല പ്രദേശത്തെ ആളുകൾ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇതും അപൂർണമായ ലിസ്റ്റാണ്. എന്താണ് ഗവൺമെൻറ് ഇങ്ങനെ ചെയ്യുന്നതെന്നറിയില്ല. ഈ 7 മാസം കഴിഞ്ഞു, ഇനി ഒരു ലിസ്റ്റ് തയ്യാറാക്കാൻ പോലും ഗവൺമെൻറ്റിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് അങ്ങേറ്റം കഴിവുകേടാണെന്ന് തന്നെ പറയേണ്ടി വരും.
മുണ്ടക്കൈയിൽ ഇനി ജനജീവിതം സാധ്യമല്ലെന്നും എല്ലാ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തണമെന്നും ജനകീയ സമിതിയും ആവശ്യപ്പെടുന്നു. ഈ ലിസ്റ്റ് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം ഞാൻ അംഗീകരിച്ചിട്ട് കാര്യമില്ല. ഒരാൾ ഒറ്റയ്ക്ക് അവിടെ നിർത്തിയിട്ട് പോകാൻ കഴിയില്ല. ആന, പുലി എല്ലാം ഉള്ള സ്ഥലം. അതുകൊണ്ട് ഈ ലിസ്റ്റ് അവരെ പരിപൂർണമാകണമെങ്കിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തിയിട്ട് മുന്നോട്ട് പോകണം. സഹായവും സ്പോൺസർഷിപ്പും വാഗ്ദാനം ചെയ്ത ഒരാൾക്കും സംശയങ്ങൾ വേണ്ടെന്നും അടുത്ത മാർച്ചിന് മുൻപ് ടൗൺഷിപ്പ് പൂർത്തിയാക്കുമെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു. 24 വയനാട്. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.